കേസ് നമ്മൾ നേരിടും, പ്രൊഡ്യൂസറും ഡയറക്ടറും നേരിടും, അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇപ്പൊ അവരുടെ പേരിലും കൂടി കേസ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് അതിന്റെ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ടതുള്ളൂ. അല്ല, ഞാനൊക്കെ റെസ്പോണ്ടന്റ് ആണ്. എല്ലാം 6 പേര് റെസ്പോണ്ടന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റും അടക്കും, സെൻസർ ബോർഡ് അടക്കും. കാരണം ഞാൻ ആദ്യം അതാണ് പറഞ്ഞത്, സെൻസർ ചെയ്യപ്പെട്ട പടമാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് യാതൊരു നിയമബാധ്യതയില്ല. കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ചിട്ട് ഞങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം പാടില്ല എന്നുള്ള സെൻസറിന്റെ വളരെ റിട്ടേൺ ആയിട്ടുള്ള നിയമമാണ്. അത് പാലിച്ച് അത് എല്ലാ കാർഡുകളും ഇട്ടിട്ട് തന്നെയാണ് സെൻസർ ബോർഡിന്റെ മുമ്പിൽ പടയെത്തിച്ചത്. അത് അംഗീകരിച്ചിട്ട് തന്നെയാണ് സെൻസർ ബോർഡ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു കേസ് കൊടുക്കുമ്പോൾ അവരെ കൂടി കക്ഷിയാക്കുമല്ലോ, അത് മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. കാരണം ഇത്തരം സിനിമകൾ ഒരാൾക്ക് കേസ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനകത്തൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടരുത്. കാരണം ഇത് പുരുഷ സമൂഹത്തിൽ മുഴുവൻ മോശമാകുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു പ്രചരണം വരരുത്. ആ പ്രചരണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യത്തിൽ നിങ്ങളെ കാണാനായിട്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ കേസ് വന്നുകൊണ്ട് അയ്യോ ഞങ്ങൾക്ക് ഇതിന് കേസ് വന്നൊന്നും പേടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നൊന്നുമല്ല. കേസ് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ വിളിച്ചു. പക്ഷെ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. കാരണം ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ പുരുഷന്മാരെ അവമാനിക്കുന്ന ഒരു സിനിമയാണെന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പാടില്ല. പുരുഷ സമൂഹം ചിലർ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ധാരാളം പെൺകുട്ടികൾ മുന്നോട്ട് വരികയും ഇത്തരം കേസുകൾ ഫയൽ ചെയ്യാൻ പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. അത് പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിൽ, അപ്പൊ വളരെ രഹസ്യമായിട്ടാണ് അവർ വന്ന് അങ്ങനെ പറയാം. ഫാമിലിയിൽ നിന്ന് തന്നെ സപ്പോർട്ട് കിട്ടാത്ത ഒരു സാഹചര്യം, പുറമേ നിന്ന് നോക്കുമ്പോൾ പകൽമാന്യനാണ്, യാതൊരു തരത്തിലും കുറ്റം പറയാൻ പറ്റാത്ത വ്യക്തികൾ, അത്തരം ആൾക്കാര് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസിൽ പെരുമാറുന്ന വൈകൃതങ്ങൾ, പെർവേർഷൻസ്, അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ തയ്യാറാവാത്ത സാഹചര്യങ്ങൾ, അങ്ങനെ വരുമ്പോൾ നിയമത്തിന്റെ ഒരു പരിരക്ഷ ലഭിക്കുകയില്ല. കാരണം അതൊരു ഒഫൻസ് അല്ല. ഒരു പരാതി കൊടുത്താൽ അത് അതിനൊരു കൃത്യമായ റെമഡി കിട്ടില്ല. പോലീസുകാരായാലും പറയാം ഇതിലൊക്കെ എങ്ങനെ കേസെടുക്കും എന്ന് മാത്രമേ പറയൂ. ഒരാളെ അടിച്ചാൽ പോലും നമുക്ക് കേസെടുക്കാവുന്ന ഈ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള അക്രമ പ്രവൃത്തികൾ നിയമവിധേയമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കേസുകൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അല്ല, അതൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തെളിവ് കൊണ്ടുവരാൻ പറയും. പോലീസായാലും ശരി, കോടതിയായാലും ശരി, തെളിവ് കാണിക്കാൻ പറ്റും. ഇതിനങ്ങനെ തെളിവ് കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അവരുടെ സാമൂഹിക പശ്ചാത്തലം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ സിനിമയിൽ നമ്മുടെ കഥാപാത്രങ്ങളുടെ അതേ മാനസികാവസ്ഥയിലുള്ള ഒരു നല്ല ശതമാനം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അവരത് സപ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമ ചെയ്യാൻ തന്നെയുള്ള കാരണം. അതാണ് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനുള്ളൊരു കാരണം തന്നെ ഇത്തരം വിഷയങ്ങൾ പുറത്ത് പറയാനായിട്ട് സ്ത്രീകൾ തയ്യാറാകുന്നില്ല. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വിഷയം തന്നെ നമ്മൾ സിനിമയാക്കുന്നത്. ആ സിനിമ വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കണമെന്നൊരു പ്രതീക്ഷയും കമൽ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വന്നതിന് ശേഷം അത്തരമൊരു പ്രവണത കാണുന്നില്ല. കേരളത്തിലാണെങ്കിലും അത്തരം പ്രവണത കാണില്ല. സാറിനെ സംബന്ധിച്ചൊരു മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം ഒരു സിനിമ കാത്തിരുന്ന പ്രേക്ഷകർ വരുമ്പോൾ ഇത്തരം ഒരു വക്കീൽ നോട്ടീസ് വരുന്നു, അതിനെതിരെ ചില ആളുകൾ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് അങ്ങനെയൊക്കെയാണോ സാറിന് തോന്നുന്നത്? അല്ല, അതിനെപ്പറ്റി ഞാൻ കമന്റ് ചെയ്യുന്നില്ല. മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അവരുടെ പെർവേർഷൻസ് ആണ്. അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും, അതങ്ങ് നടക്കും. അതിനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷെ ഞാൻ മാനസികമായിട്ട് തളരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്തില്ല. ഇത്തരം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സിനിമ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം ഇതിനങ്ങനെ വലിയ സാമ്പത്തികമായ എന്താ പറയുക പ്രശ്നങ്ങളൊന്നുമില്ല. പടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ മലയാള സിനിമ തിയേറ്ററുകളിൽ സൂപ്പർ സ്റ്റാറുകളുടെ പടമാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ ആൾക്കാർ കയറുന്നത്. മറ്റൊരുപാട് സങ്കേതങ്ങളുണ്ടല്ലോ. നമുക്കിപ്പോൾ OTT ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്. ഇതിലൊക്കെ പ്രേക്ഷകർ ഒരുപാട് പേര് ഇത് കാണും. ഈ സിനിമ കാണാൻ വേണ്ടി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ തിയേറ്ററിലും ആൾക്കാർ കാണുന്നില്ല. നിങ്ങളിപ്പോൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സ്ത്രീകളാണ് സിനിമ കാണാൻ വരുന്നത്. പുരുഷന്മാരധികം വരുന്നില്ല എനിക്ക് ഒരുപക്ഷെ. കാരണം വെച്ചാൽ അവർക്ക് തന്നെ ഈ പറയുന്ന ഒരു ചലിപ്പൊക്കെ ഉണ്ടാവാം. പക്ഷെ സ്ത്രീകൾ അത്യാവശ്യം സിനിമ കാണുന്നുണ്ട്. ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. അവർ ഇങ്ങനൊരു വിഷയം അഡ്രസ്സ് ചെയ്തതിൽ അവർ നമ്മളോട് വളരെ താങ്ക്ഫുൾ ആണെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, ഷൈനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചുള്ള സിനിമ വിജയം തന്നെയാണ്.
പിന്നെ മുൻകാലങ്ങളിലൊക്കെയാണ് നമ്മൾ പറയുന്നത്, മുൻകാലങ്ങളിലാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. കാരണം സിനിമ തിയേറ്ററിൽ ഓടുന്നില്ല എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഡയറക്ടറെ സംബന്ധിച്ചോളം പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം വേറെ വഴിയാണ്. ഇപ്പം അങ്ങനെയല്ല, ഇത് ഒരുപാട് പേരുടെ അടുത്തേക്ക് ഈ സിനിമ എത്തുമെന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ തന്നെ ഒരുപാട് സ്ത്രീകൾ ഈ സിനിമ കാണുകയും കൂടുതൽ അഭിപ്രായം വരികയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമയുടെ ആത്യന്തികമായ ഒരു വിജയം എന്ന് പറയുന്നത് അത് ജനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് കുറെ കാലം കഴിഞ്ഞാലും ഏറ്റെടുക്കും. അതാണല്ലോ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എൻ്റെ പഴയ സിനിമകളെ കുറിച്ചൊക്കെ തന്നെ ഇപ്പം സംസാരിക്കുന്നത് കൊണ്ടാണ്, അതിപ്പോഴും അവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഒരു സിനിമ കാലാധിപത്യം അല്ലെങ്കിൽ കാലത്തെ അതിജീവിച്ച് കുറെ കാലം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ കാര്യത്തിൽ ഈ സിനിമ വലിയ സക്സസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ ഒരു നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ അത് രീതിയായി നീട്ടി സ്വീകരിക്കും. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളിൽ വെച്ചാൽ കൂടുതലും അങ്ങനെ കൊള്ളത്തില്ല എന്ന് റിവ്യൂ വന്നാൽ പോലും പലപ്പോഴും നല്ല സിനിമകളാണ് പ്രേക്ഷകർ അത് കണ്ട് തിയേറ്ററിൽ ഓടും. വിവേകാനന്ദന്റെ അവസ്ഥയിൽ ഇപ്പം അത്ര ഒരു പുഷ് കിട്ടുന്നില്ല. അപ്പം ഈ പറഞ്ഞ റിവ്യൂവിന്റെ കേസ് വന്നാലും ശരി, ഇങ്ങനെ പരാതി വന്നാൽ നല്ലൊരു സിനിമയാണ് പ്രേക്ഷകർ അത് സ്വീകരിക്കുമല്ലോ. അല്ല, ഞാനതാണ് ആദ്യം പറഞ്ഞത്. കാരണം നല്ല സിനിമ എന്ന് പറയുന്നത് എപ്പോഴായാലും പ്രേക്ഷകർ സ്വീകരിക്കും. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ ഒന്ന് കാണണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സൂപ്പർ സ്റ്റാറിന്റെ സിനിമയുണ്ട്. ഇനിയും ഇപ്പം എല്ലാ തിയേറ്ററിലും പടം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും സമയമുണ്ടല്ലോ. സ്ത്രീകൾക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുമ്പോൾ ആദ്യം ഒന്ന് ആശങ്ക ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതിനെ മറികടക്കുന്നത് എങ്ങനെയാണ്? അവരുടെ സുഹൃത്തുക്കളോ അവർക്ക് വേണ്ടപ്പെട്ടവർ ഈ സിനിമ കണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ സിനിമ കണ്ടിട്ട് അവർ പറയും ഇത് മറ്റുള്ളവർ പറയുന്നത് നോക്കണ്ട, ആണുങ്ങൾ പറയണതാണ്, ആണുങ്ങൾ കുറ്റം പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, ഇത് നമ്മൾ കാണേണ്ട സിനിമയാണെന്ന് പല സ്ത്രീകളും പറഞ്ഞ് അവർ വന്ന് തിയേറ്ററിൽ കാണും. അതിനുള്ള സാവകാശം അവർക്ക് കൊടുക്കണം. മുൻകാലങ്ങളിലൊക്കെ സിനിമ അങ്ങനെയുണ്ട്, നിങ്ങൾക്കറിയാലോ. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്ത് ആദ്യമൊക്കെ ഒരാഴ്ച ഒരു മനുഷ്യനുണ്ടാവില്ല ചില പടങ്ങൾ. ഇപ്പം എൻ്റെയൊക്കെ തന്നെ പല സിനിമകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആളില്ലാതെ ഈ സിനിമ പോയി ഇറങ്ങി കൊടുത്തായിരിക്കും ചിലപ്പോൾ പിന്നെ വലിയ കളക്ഷനിലേക്ക് വലിയ ഹിറ്റായി മാറിയ കുറേ സിനിമകൾ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു സോക്കോൾഡ്. പിന്നെ നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യുന്നു, ഏത് പ്രേക്ഷകനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്നെ ഉദ്ദേശമുള്ളൊരു സിനിമയല്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നൊരു സിനിമയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളതിനെ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പക്ഷേ ഇത് വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം അതാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ഡേ ഓഡിയൻസിനെ അല്ല എന്നുള്ളതാണ് ഈ സിനിമ ഇപ്പോൾ തെളിയിക്കുന്നത്. സ്ത്രീപക്ഷ സംഘടനകളുണ്ടല്ലോ അവിടെ, അവര് പിന്തുണ പ്രഖ്യാപിക്കോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണല്ലോ, അവർക്കൊക്കെ പല രീതിയിൽ ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ പരസ്യമായിട്ട് പലരും രംഗത്ത് വരാത്തത്. അല്ലാത്ത ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ട്രാൻസ് വുമണൊക്കെ ഒരുപാട് പേര് അവരുടെ സംഘടനയൊക്കെ ഞങ്ങളൊക്കെ വിളിച്ചിട്ട് അവർ പരസ്യമായിട്ട് പിന്തുണയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മൈ ബോഡി മൈ പ്രൈഡ് എന്നാണ്. എൻ്റെ ശരീരം എൻ്റെ അവകാശം. അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളെ പോലെ തന്നെ ഈ ട്രാൻസ് വുമൺ ഒരുപാട് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റി വല്ലാതെ അതിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരൊക്കെ അത് ഏറ്റെടുക്കുന്നുണ്ട്. പരസ്യമായിട്ട് ചിലപ്പോൾ അവർ ഈ സിനിമ എൻ്റേതാണെന്ന് പറഞ്ഞിട്ട് വരാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് മടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അതുകൊണ്ട് പിന്തുണയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു പുരുഷനെ കേന്ദ്രീകരിച്ച്, പുരുഷന്റെ വൈകൃതങ്ങളെ കേന്ദ്രീകരിച്ചൊരു സിനിമയാണ്. അത് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്ത്രീയുടെ വൈകൃതങ്ങൾ, അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട്. അപ്പൊ അവര് ബേസ് ചെയ്തൊരു സിനിമയാണ് സാർ എടുത്തതെങ്കിൽ, അതുപോലെ തന്നെ അതിനെതിരായിട്ട് സ്ത്രീകൾ രംഗത്തിറങ്ങുകയാണെങ്കിൽ സാറിന് ഒരു ദിവസമെങ്കിലും ഈ സിനിമ ഓടിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സിനിമ ഞാൻ എടുക്കില്ല. ആദ്യം അത് പറയാം. കാരണം സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എടുക്കില്ല. കാരണം അത് എൻ്റെ പോളിസിയാണ്, എൻ്റെ ഒരു നിലപാടാണ്. കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീകളെ മോശമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ഏത് പുരുഷൻ ഇനി ഞങ്ങളുടെ എനിക്ക് എതിർപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല. അതെൻ്റെ നിലപാടാണ്. അല്ല, കഥയായാലും എനിക്ക് പറ്റാത്ത, എനിക്ക് എൻ്റെ നിലപാടുകൾക്ക് യോജിക്കാത്ത കഥ ഞാൻ ചെയ്യില്ലല്ലോ, ഒരിക്കലും ചെയ്യില്ല. താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതുണ്ടായിരുന്നല്ലോ, അതായത് ഈ സിനിമ നിങ്ങൾ കണ്ട് ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിവേകാനന്ദനാണ് എന്നൊരു ഇതുണ്ടായിരുന്നല്ലോ. തീർച്ചയായും. കാരണം അങ്ങനെയുള്ളൊരു വൈകല്യങ്ങളുള്ളവർക്ക് മാത്രമേ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആണത്. അങ്ങനെയുള്ള വൈകല്യങ്ങളും അങ്ങനെയുള്ള വിവേകാനന്ദന്റെ ക്വാളിറ്റി ഉള്ള അവരായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടപ്പെടാതെ പോകുന്നതും അല്ലെങ്കിൽ ഒരു എതിർപ്പ് ഉണ്ടാവുന്നതും എന്നെനിക്ക് എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. അല്ല, ഇപ്പൊ പറഞ്ഞ നമ്മുടെ കുറച്ച് പേരെ ഉണ്ടാവല്ലോ, ഇപ്പൊ അതൊരു എന്താ പറയുക, ഫിസിക്കൽ ഒരു അസുഖം കൂടിയല്ലേ അത്? അതൊരു അസുഖം ആയിരിക്കാം. അതങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ഒരു സത്യം പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് കൂടി വേണ്ടിയിരുന്നതാണ്. ഒരു
സീനിയറായിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ ചില ഷെല്ലി, ഇത് വളരെ നല്ലൊരു സബ്ജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത, ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യപ്പെടാത്ത സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഇത്രയും വലിയൊരു ഇഷ്യൂ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ആദ്യം ഈ സിനിമ ഒന്ന് കണ്ടുവരൂ, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യാനും നിങ്ങളെ പ്രാപ്തരാക്കാനും. അദ്ദേഹത്തെ ഞാൻ സത്യം പറഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് തിരക്കൊണ്ടും മറ്റുള്ള കാര്യങ്ങളുകൊണ്ടും വിട്ടുപോയതാണ്. വളരെ നല്ല സഹകരണമാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കണ്ടീഷനിൽ മറ്റു പടങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം കൂടിയാണ്. വളരെയധികം ഡിമാൻഡിങ് ആണ്. ഈവൻ ഞങ്ങൾക്ക് ഒരു 75 തിയേറ്റർ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ 100ഓളം തിയേറ്ററുകൾക്ക് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു. ഈ വാല്യുബിൾ വരുന്ന സമയത്ത് തിയേറ്ററിൽ എടുത്തു മാറ്റം തോന്നുന്നു. നോക്ക്, പേഴ്സണലി ആസ് എ പ്രൊഡ്യൂസർ ഫ്രം മൈ സൈഡ് നസീബ്, ഈ ഒരു പടം ഞങ്ങൾ ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ലാഭം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ പ്രൊഫഷണൽസ് ആയിരുന്നു. ഞങ്ങൾ അതിനുശേഷം ബിൽഡിംഗ് വർക്ക്, അതായത് ബിൽഡേഴ്സാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ സാമ്പത്തിക ഒരു പ്രതീക്ഷ കൊണ്ട് ചെയ്തൊരു പടമല്ല ഞങ്ങളിത്. പ്രത്യേകിച്ചും ഇങ്ങനൊരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു സബ്ജക്റ്റ്, ഇതേപോലെ വിജയൻ്റെ ഒരു ഡയറക്ടർ, പിന്നെ ഈ ഒരു സബ്ജക്റ്റ് ഇതൊരു അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റ് എന്ന് തോന്നുന്നതുകൊണ്ടും അതൊരു ആരും ഇതുവരെ ചെയ്യാതിരുന്നുകൊണ്ടും ഞങ്ങൾ ഇതിനൊരു അറ്റംപ്റ്റ് ചെയ്തതാണ്. അല്ല, നേരത്തെ പറഞ്ഞില്ലേ വാലിബം വരുമ്പോൾ പടം എടുത്ത് മാറ്റുക എന്നുള്ളത് തിയേറ്ററുകാരുടെയും ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഇതനുസരിച്ചാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ നേരത്തെ ബോധവാന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മാറില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ സമയത്ത് റിലീസ് ചെയ്തത്. ഇനിയും ഇതുപോലുള്ള കണ്ടന്റുകൾ സിനിമയാക്കാൻ താല്പര്യമുണ്ടോ? ഇതുപോലത്തെ ചെയ്യില്ല, കാരണം ഇത് ചെയ്തു പോയില്ലേ, അതുകൊണ്ട് ഇനി ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് ഇതുപോലെ ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സബ്ജക്റ്റ് തീർച്ചയായിട്ടും ചെയ്യും. മുൻകാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കണ്ടല്ലോ, മഞ്ഞുവെല്ല പെൺകുട്ടി എന്നുള്ള സിനിമ ഞാൻ അന്ന് ചെയ്തപ്പോൾ അന്ന് എല്ലാ വീട്ടിലും നടക്കുന്നുണ്ട്, ചൈൽഡ് അബ്യൂസ് നടക്കുന്നുണ്ട്. പക്ഷെ അത് അന്ന് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അത് സ്ത്രീകൾ ഇതേപോലെ പുറത്തു വരാൻ പറ്റില്ല. അതും സാമ്പത്തികമായിട്ട് വലിയ ഭയങ്കര ഹിറ്റായ പടമൊന്നുമില്ല. അത് സ്ത്രീപക്ഷ സിനിമയായിരുന്നു. ഈ പറയുന്ന ടീനേജ് കുട്ടികൾ അതും പ്രതിരോധിക്കുന്നതാണ്. കുട്ടി അയാളെ കൊല്ലാൻ പോകുന്നതായിരുന്നു ആ സിനിമയുടെ വിഷയം എന്ന് പറഞ്ഞത്. അന്നും സെൻസർ ബോർഡ് ആ സിനിമക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. നാഷണൽ അവാർഡിനും ഒക്കെ പോയി ഇന്ത്യൻ മനോരമയിൽ കാണിച്ച പടമാണത്. അപ്പോൾ ആ പ്രതിരോധം ആ സിനിമയിലുണ്ട്. ആ ഒരു ടീനേജ് പെൺകുട്ടി പ്രതിരോധിക്കുകയാണ്. അവളുടെ ബുദ്ധി അനുസരിച്ച് ഇയാളെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് ഒരാളെ വാടകയ്ക്ക് എടുത്തിട്ട് കുട്ടികളെല്ലാവരും കൂടി അയാളെ അതാണുള്ള വിഷയം. പക്ഷെ അത് പരാജയപ്പെട്ടു പോകുന്നതാണ് അവർ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഞാൻ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അന്ന് ഇപ്പം ചൈൽഡ് അബ്യൂസ് എന്തോരം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്നും എന്താ പറയുക പ്രസക്തമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന്റെ മുമ്പ് ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഈ സെയിം പ്രശ്നം ഈ മെൻസ് അസോസിയേഷനൊക്കെ തിയേറ്ററിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഇതൊരു പ്രൊമോഷൻ ടെക്നിക്കാണെന്ന് പലരും പറയണ്ടായി ഈ കമന്റിൽ. അപ്പൊ ഇത് സെയിം ഒരു പ്രശ്നം വരുമ്പോൾ ആൾക്കാർ ഇത് പ്രൊമോഷൻ ടെക്നിക്കാണെന്ന് വിലയിരുത്തിപ്പെടും. ഏത് ഞങ്ങൾ മെൻസ് അസോസിയേഷനും നമ്മളൊന്നും സമീപിച്ചിട്ടില്ലല്ലോ, ഇന്ന് പ്രശ്നം ഉണ്ടായിട്ടില്ല. അതല്ല, ഇതിപ്പോ ഒരു വ്യക്തി വ്യക്തിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പുറത്തുവിടണ്ടേ? ചില സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിൽ കോടതിയിൽ നിലവിലിരിക്കുന്ന കേസ് പിന്നെ അത് മാത്രമല്ല അയാളാണല്ലോ പറയുന്നതിന് പരിധിയുണ്ട്. കോടതിയിൽ കേസ് വക്കീൽ നോട്ടീസാണ്. കോടതിയിൽ കേസ് വക്കീൽ നോട്ടീസ് കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാം. പക്ഷെ അതിന്റെ നോട്ടീസ് നമുക്കിപ്പോ കിട്ടിയിട്ടില്ല. കോടതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതിയിൽ റിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഈ ഫയലിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കോടതി സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ്. നോട്ടീസ് നമുക്ക് നേരത്തെ കിട്ടി, നമ്മളതിന് റിപ്ലൈ ചെയ്യാനായിരിക്കുന്നു. മറ്റ് കോടതിയിൽ നിലവിലിരിക്കുന്ന കേസിനെ കുറിച്ച് കൂടുതൽ കമന്റ്സ് പറയുന്നത് ഉചിതമല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ആൻസർ ചെയ്തത്. കമൽ എന്ന സംവിധായകനോടാണ് സ്ത്രീപക്ഷ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള സിനിമകൾ എടുക്കില്ല എന്നുള്ളത് കമൽ എന്ന ഡയറക്ടറുടെ നിലപാടാണ്. പക്ഷെ വിവേകാനന്ദനെ പോലുള്ള പുരുഷൻ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അതുപോലെ വൈകൃതങ്ങളുള്ള അല്ലെങ്കിൽ നിയമസംരക്ഷണം നൽകുന്ന സ്ത്രീകൾ, അത് മുതലെടുക്കുന്ന സ്ത്രീകൾ ഈ സമൂഹത്തിലില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് രണ്ട് ഇതുമില്ല. എല്ലാ പുരുഷന്മാരും കുഴപ്പക്കാരാണെന്നോ എല്ലാ സ്ത്രീകളും നല്ലവരാണെന്നുള്ള ഒരു മുൻവിധിയൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു ധാരണയിലും ഞാൻ സിനിമ എടുക്കുകയില്ല. ഒരുപാട് സമൂഹത്തിൽ ഇപ്പം നമ്മൾ ഒരുപാട് പുരുഷന്മാരെ കുറിച്ച് സിനിമ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല പുരുഷന്മാർ കൂടുതലുള്ള സമൂഹം തന്നെയാണത്. പക്ഷെ ഇങ്ങനെയുള്ള ചില ഇതിൽ നേരത്തെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ച പോലെ ഇത്
നിയമപരമായിട്ട് നേരിടാൻ കഴിയാത്ത സ്ത്രീകളെ സംബന്ധിച്ചോളം നിസ്സഹായരായി പോകുന്ന ഒരുപാട് അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളെ ഏത് രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത്. ചിലപ്പോൾ അവർ പ്രതികരിച്ചെന്ന് വരും, നാളെ അവർക്കെതിരെ കേസ് വരും. അതൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല, അതൊക്കെ സിനിമയിൽ ഞാൻ കാണിക്കണമെന്നില്ലല്ലോ. നാളെ ഇതിനെതിരെ പറഞ്ഞവർ ആരെങ്കിലും ഈ മറ്റേതെങ്കിലും കഥാപാത്രം ഇവർക്കെതിരെ കേസ് കൊടുക്കാം. പോലീസ് തൽക്കാലം ഇവർ വെറുതെ വിടുന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നില്ലേ ഇത്തരം കാര്യങ്ങൾ ഓരോ പോലീസ് വെറുതെ വിടുന്നു. പുരുഷന്മാരെ തന്നെ വിടുന്നില്ലേ, അത് വിടും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കേസ് വരുമ്പോൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ സ്ത്രീകൾക്കെതിരെ കേസ് വരുമായിരിക്കും, അറസ്റ്റ് ചെയ്യുന്നില്ല. അതെല്ലാം സിനിമയിൽ കാണിക്കണമെന്നില്ലല്ലോ. അപ്പൊ നിയമം കയ്യിലെടുത്തുകൊണ്ട് അത് നിയമം കയ്യിലെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, കേസെടുക്കേണ്ടതൊക്കെയാണെന്നുള്ള ബോധ്യം എനിക്കുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാണ്, കാരണം എല്ലാ പുരുഷന്മാരും മോശമാണെന്ന് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല. അന്ന് ഓഡിയോ ലോഞ്ചിൽ ഷൈൻ ടോമിനെ പോലെ പറഞ്ഞിട്ടുണ്ടായി, അതായത് ഈ സിനിമയിൽ ഷൈൻ ടോം അല്ലാതെ വേറൊരാളെ കാസ്റ്റ് ചെയ്യാൻ തോന്നില്ല, വേറൊരു ആക്ടറിനെ അത് കണ്ടിട്ടില്ല, വേറെ ആക്ടറെ സമീപിച്ചാൽ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ തയ്യാറാകുമോ എന്ന് ഒരു സംശയമുണ്ടെന്ന് പറയുന്നു. അതെന്താണ് അങ്ങനെ പറയുക? ഈ വിവേകാനന്ദനെ പോലെ ഒരു കഥാപാത്രം ചെയ്യാൻ മലയാള സിനിമയിൽ മറ്റൊരു അല്ല, അവരവരുടെ ഇമേജിനെ പേടിക്കുന്നുണ്ടാവും. അതെന്റെ അനുഭവം ഞാൻ പറയുന്നത് അതുകൊണ്ടാണല്ലോ. കാരണം അവർക്ക് അവരുടെ ഇമേജിനെ കുറിച്ച് കോൺഷ്യസ് ആണ്. നമ്മുടെ ഇവിടുത്തെ എല്ലാ സ്റ്റാർസിന്റെ ഒരു ഇതല്ല, അവർക്ക് ഒരു പെർട്ടിക്കുലർ ഇമേജ് ഉണ്ടാവും, അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇമേജിനെ പറ്റി യാതൊരു രീതിയിലും ബോധരക്ഷണം ഇല്ലാത്ത ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഷൈൻ ആണ് ഇത് ചെയ്യാൻ പറ്റിയാണെന്ന് ഞാൻ പറഞ്ഞത്. അത് പുള്ളിക്കാരൻ ഇപ്പൊ നെഗറ്റീവായിട്ട് വരാൻ ചാൻസ് ഇല്ല. സോഷ്യൽ മീഡിയയിൽ പോകുന്നോണ്ടെങ്കിൽ ഇങ്ങനത്തെ കമന്റ്സ്. അതേ ഒരു ആക്ടറാണല്ലോ, ആക്ടർക്ക് ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കാമല്ലോ. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തിനേക്കാളും എത്രയോ ഹാർഡ് കോർ വില്ലൻ ക്യാരക്ടേഴ്സിന് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ആളെന്ന് പറയുമോ? അയാൾ ഇല്ലല്ലോ. ഇപ്പോൾ ഒരു റേപ്പിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരാളെ റേപ്പിസ്റ്റ് ആണെന്ന് പറയുമോ? അയാൾ കഥാപാത്രത്തെ അല്ല അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ മറ്റ് സംവിധായകരിൽ നിന്നും സാറിന് കോളുകൾ വന്നിട്ടുണ്ടോ? കുറെ പേരുണ്ട്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള. എനിക്ക് പരിചയമില്ലാത്ത യങ്സ്റ്റേഴ്സ് തന്നെ വിളിച്ചിട്ട് പലരും വിളിച്ചിരുന്നു. കാരണം ഇങ്ങനത്തെ സബ്ജക്റ്റ് ചെയ്യാൻ കാര്യം കാണിച്ചതിൽ സന്തോഷമുള്ള. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള പഴയ തലമുറയിലുള്ള ആൾക്കാർ ഇങ്ങനത്തെ സബ്ജക്റ്റ് ഒന്നും അറ്റംപ്റ്റ് ചെയ്യില്ല എന്നാണ് തെറ്റിദ്ധാരണ. പക്ഷെ അത് തെറ്റിദ്ധാരണ തന്നെയാണ്. കാരണം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത്തരം സിനിമകളിലേക്ക് നമ്മൾ അധികം പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പുള്ളൊരു കാലം നിങ്ങൾ ആലോചിച്ച് നോക്കുക. സിനിമയിൽ വളരെ പരീക്ഷണങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. ഇന്ന് മാത്രമല്ല, സിനിമ ഉണ്ടായിട്ട് കുറേ വർഷങ്ങളായില്ല. എത്ര പരീക്ഷണങ്ങളിലൂടെ നടന്നിട്ടുണ്ട്. എത്രയോ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ളൊരു സമ്പന്നമായൊരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് എന്നെ പലരും വിളിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തത്. ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞത് ഞാൻ കുറെ നാള് വീട്ടിലിരുന്നു എന്ന് സാറൊന്ന് ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞു. കുറെ നാളിരുന്നു, ഞാനൊരു നടന്റെ പിന്നാലെ നടന്നാണ് എനിക്ക് ഇരിക്കേണ്ടതായി വന്നു. ഇനി സാറിന്റെ തുടർച്ചയായ ഒരു സിനിമ പ്രേക്ഷകർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതെനിക്കിപ്പോൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഘടകങ്ങളും ഒത്തു വരണം. പുതിയൊരു കഥ ഉണ്ടായി വരണം, കഥ എനിക്ക് വർക്ക് ചെയ്യണം, അതിന് ചെയ്യാൻ പറ്റുന്ന പ്രൊഡ്യൂസർ വരണം, അപ്പോൾ ആർട്ടിസ്റ്റ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. ഇഷ്ടംപോലെ പടങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് വരുന്ന ഒരുപാട് കഥകളുണ്ട്. ചോയ്സ് ഉള്ളതുകൊണ്ട് അവരാണ് തീരുമാനിക്കേണ്ടത് ഏത് പടം ചെയ്യണം, ഏത് പടം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ചില ഡിലേകൾ വരും. അല്ലാതെ സിനിമ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ തൊഴിലതാണല്ലോ. ഇത്രയും വർഷം സിനിമ ചെയ്തിട്ട് തന്നെയാണ് ഇനിയും സിനിമ ചെയ്തുകൊണ്ടിരിക്കും. ഒരാഴ്ച തന്നെ ഏകദേശം 8 പടങ്ങളോളം ഇറങ്ങുന്നുണ്ട്. അപ്പം അതിന് അതിൽ നിന്ന് തന്നെ ഓടുന്ന കഷ്ടിച്ച് 2 ആഴ്ചയെങ്കിലും ഓടുന്നത് 1-2 പടങ്ങൾ മാത്രമാണ്. ബാക്കി പടങ്ങളെല്ലാം തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ട് ആയി പോവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ മലയാള സിനിമയുടെ പഴയ ഒരു നല്ല കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ, അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് മലയാള സിനിമയുടെ വീഴ്ചയായിട്ടാണ് ഡയറക്ടർ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള. അല്ല, അതിന് ഞാൻ നേരത്തെ ഈ മറ്റേ ആർട്ടിസ്റ്റുകളുടെ ചോയ്സ് പറഞ്ഞ വഴി പ്രേക്ഷകരും ചോയ്സും ഇഷ്ടംപോലെ സിനിമകൾ വരുന്നതുകൊണ്ട് അവരും എന്താ പറയുക തിരഞ്ഞെടുക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ വരും. അവന് 2 രീതിയിലുള്ള ചോയ്സ് ഉണ്ട്. അവർ തന്നെ പറയുന്നുണ്ടല്ലോ, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ചില സിനിമ തിയേറ്ററിൽ പോയി കാണണം, ചില സിനിമ OTT കണ്ടാൽ മതി എന്ന് അവർ തീരുമാനിക്കുന്നത്. അത് അവരുടെ ചോയ്സാണ്, നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ പ്രേക്ഷകർ ഇത് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് മുൻകാലങ്ങളിൽ ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല. തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ആ സിനിമ പിന്നെ കാണില്ല. പിന്നീടാണല്ലോ ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ വരാൻ തുടങ്ങിയിട്ട് പഴയ സിനിമകൾ വീണ്ടും കാണാൻ തുടങ്ങി. അപ്പോൾ ഒരുപക്ഷെ തിയേറ്ററിൽ വൻ പരാജയമായ സിനിമകൾ ടെലിവിഷനിൽ വന്നിട്ട് ഇത് നല്ല സിനിമയായിരുന്നില്ല, ഇത് എന്താ ഓടാഞ്ഞെന്നൊക്കെ ചോദിക്കുന്ന അനുഭവങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അന്നത്തെ കാലത്ത് ചില സാഹചര്യങ്ങളും തിയേറ്ററിൽ ഓടി വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് തിയേറ്ററിൽ വർക്കൗട്ട് ആവാത്ത എത്ര സിനിമകൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ OTT ഭയങ്കര ശ്രദ്ധ നേടിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ,
OTT അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യതയിൽ നമ്മൾ സിനിമ. അപ്പോൾ എന്തായാലും സിനിമ എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു മീഡിയ അല്ല. അതുകൊണ്ടാണ് ഇത്രയധികം സിനിമ ഇവിടെ ഉണ്ടാകുന്നത്, ഇത്ര ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇവിടെ വരുന്നത്. ഈ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കേസ് വന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ല, അവരൊന്നും ഇതിൽ കക്ഷികളില്ലാത്തതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് നമ്മൾ വിളിച്ചിട്ട് എന്താ കാര്യം എന്ന് അന്വേഷിക്കുന്നു. പിന്നെ ഇതിപ്പോ ഒന്ന് ന്യൂസായിട്ടൊന്നും അധികം വന്നിട്ടില്ലല്ലോ. ഇനി ഞങ്ങളെ വിളിച്ച് ചോദിച്ചു, അപ്പോൾ